തൃശൂർ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാർ ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിൽ ജയിൽ അധികൃതർ പുറത്തുവിട്ട കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ്. മാവോയിസ്റ്റ് തടവുകാരനായ മനോജിനെയും NIA വിചാരണ തടവുകാരൻ അസറുദ്ദീനെയും ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദന വിവരം പുറത്തുവരാതിരിക്കാൻ ഉദ്യോഗസ്ഥർ വ്യാജ വാർത്തയും വ്യാജ പരാതിയും നൽകി. അവശനിലയിലായ ഇരുവരെയും അതീവ രഹസ്യമായാണ് ജയിലിൽ നിന്ന് മാറ്റിയതെന്നും ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് ചെയർപേഴ്സൺ ഷൈന രൂപേഷ് 24-നോട് പറഞ്ഞു. ഇവിടെ ഈ അസറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരു തടവുകാരനുണ്ട്. അയാളെ സെല്ല് ലോക്ക് ചെയ്യുന്ന സമയത്ത് അഭിനവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വളരെയേറെ അസഭ്യം പറഞ്ഞിട്ട് മനോജ് എന്ന് പറഞ്ഞ തടവുകാരനെ മുഖത്തടിച്ചു. അതിഭീകരമായിട്ട് മണിക്കൂർ കണക്കിന് മർദ്ദിച്ചു എന്നാണ് അവരുടെ ശബ്ദവും ഇതെല്ലാം കേൾക്കുമായിരുന്നു. ഇതിനുശേഷം മനോജിനെ 7-8 പേര് ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് വണ്ടിയിൽ കയറ്റിയിട്ടാണ് പൂജപ്പുരയ്ക്ക് കൊണ്ടുപോയത്. അസറുദ്ദീൻ എന്ന് പറഞ്ഞ തടവുകാരൻ വളരെ നടക്കാൻ പറ്റാതെ അടി കൊണ്ട് അവശനായിട്ട് അയാൾ ഇങ്ങനെ ഞൊണ്ടി നടന്നു പോകുന്നത് കണ്ട തടവുകാരുണ്ട്. ഈ മർദ്ദനം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ കള്ളക്കഥയാണ് ഇവരെ കൈയൊടിച്ചു എന്നുള്ളത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ ഉദ്യോഗസ്ഥരെ തടവുകാർ മർദ്ദിച്ചു എന്നുള്ളതാണ് നേരത്തെ പുറത്തു വന്ന വാർത്ത. അതിനങ്ങനെ ഒരു മാനം മാത്രമല്ല, അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ തടവുകാരെ അതിക്രൂരമായി ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന നിലയുണ്ടായി എന്ന മറ്റൊരു വേർഷൻ കൂടി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരികയാണല്ലോ. എന്താണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് സൂരജ് സജി? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് അതിക്രൂരമായ അതിക്രമങ്ങളാണ് ഈ ജയിലിനകത്ത് തടവുകാർക്ക് നേരെ ഉണ്ടാകുന്നതെന്നുള്ളതാണ്. 20 മണിക്കൂറിലധികം നേരം ഇവരെ തടവിൽ വെക്കുന്ന ഒരു സാഹചര്യം പോലും, അതായത് പലപ്പോഴും ഇവരെ സെല്ലിൽ നിന്ന് തുറന്നു വിടുന്നില്ല. തുടർന്ന് ഇവർ കോടതിയെ സമീപിച്ച് ഈ സെല്ലിൽ നിന്ന് കൃത്യമായി തുറന്നു വിടണം, അതായത് പകൽ സമയങ്ങളിൽ ഇവരെ തുറന്നു വിടണം എന്ന അടക്കമുള്ള ഉത്തരവുകൾ വാങ്ങിയിരുന്നു. ഇതിൽ ഉദ്യോഗസ്ഥർ പ്രകോപിതരായിരുന്നുവെന്നും അതിന്റെ തുടർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ സംഭവം എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. സെല്ലിനകത്തേക്ക് കയറാൻ പറഞ്ഞതിൽ പ്രകോപിതരായി ഇന്നലെ ഈ തടവുകാർ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ജയിലധികൃതർ ഉന്നയിച്ച ആരോപണം. തുടർന്ന് ഈ പരിക്കേറ്റ നിലയിൽ അഭിനവ് എന്ന് പറയുന്ന പ്രിസൺ ഓഫീസർ ഈ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. പക്ഷേ അതിനു പിന്നാലെ വലിയ രീതിയിലുള്ള അതിക്രമം ഈ തടവുകാർക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ്. അത് മാവോയിസ്റ്റ് പ്രവർത്തകനായിരുന്ന മനോജ്, അതോടൊപ്പം തന്നെ NIA വിചാരണ തടവുകാരനായിട്ടുള്ള അസറുദ്ദീൻ എന്നിവരെ 1.5 മണിക്കൂറിലധികം രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ സഹതടവുകാർ തന്നെ ഇന്ന് അവിടെ എത്തിയ മനുഷ്യാവകാശ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇരുവരെയും സെല്ലിലെ ഇവിടെ നിന്ന് ജയിൽ മാറ്റി. ആ സമയത്ത് ഇവരെ ഉദ്യോഗസ്ഥർ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് സഹതടവുകാർ തങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഷൈന രൂപേഷ് അടക്കം പുറത്തെത്തി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ മനുഷ്യാവകാശ പ്രവർത്തകർ NIA കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അത് മനോജുമായി ബന്ധപ്പെട്ടാണ്. മനോജിന്റെ കേസ് പരിഗണിക്കുന്നത് NIA കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ മനോജിന് അടിയന്തരമായി ചികിത്സ നൽകണം. അതോടൊപ്പം തന്നെ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നതിൽ കോടതി വിശദീകരണം തേടണം. അതായത് കോടതി ഇവരുമായി സംസാരിക്കണം, NIA കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസിൽ പരാതി നൽകുക എന്നുള്ളതായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരുടെ നേരത്തെയുള്ള തീരുമാനം. വകുപ്പിന്റെ ശ്രദ്ധയിലും ഇത് പെടുത്തുക എന്നുള്ളത് ജയിൽ ഉദ്യോഗസ്ഥർ ആലോചിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വശം കൂടി, ഇങ്ങനെ ഒരു പരാതി കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ വകുപ്പ് തലത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് സാധ്യതയുണ്ടോ സൂരജ് സജി? അത് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. തുടർച്ചയായി അതീവ സുരക്ഷാ ജയിലിലടക്കം ക്രൂരമായ, അതായത് പറഞ്ഞറിയിക്കാൻ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കോടതിക്ക് പോലും ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം 20 മണിക്കൂറിനകത്ത് ഒരു തടവുകാരനെ തുറന്നുവിടാതെ, സെല്ലിൽ നിന്ന് തുറന്നുവിടാതെ ഈ തടവുകാരെ തടങ്കലിൽ വയ്ക്കുക. അതിന് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്, ഈ ജയിൽ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിൽ 20 മണിക്കൂറിലധികമൊക്കെ ഈ തടവുകാരെ ജയിലിൽ വയ്ക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇവർ കോടതിയെ സമീപിക്കുന്നു, ഒരു ഉത്തരവ് വാങ്ങുന്നു. അതിന്റെ ഒരു പ്രതികാര നടപടി തുടർച്ചയായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ തടവുകാരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഈ കോടതി ഇവർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം ചെയ്യുന്ന പരിപാടി, രാവിലെ ഇവരെ സെല്ലിൽ നിന്ന് പുറത്തിറക്കുന്നു. അതിനുശേഷം ഇവർക്ക് സാധാരണ ഈ ബാത്റൂമിൽ പോകണമെങ്കിലും അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് ഈ സെല്ലിനകത്ത് മാത്രമാണ് ശുചിമുറി ഉള്ളത്. പക്ഷേ അതിന് പോലും കഴിയാത്ത തരത്തിൽ ഈ സെല്ല് പൂട്ടിയിടുന്നു. പിന്നീട് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ സെല്ല് തുറന്നു കൊടുക്കുന്നത്. അത്തരത്തിൽ മനുഷ്യത്വരഹിതമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. അങ്ങനെ അസഭ്യമായ രീതിയിൽ ഇന്നലെ ഈ സഹതടവുകാരോട് ജയിലിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആ സമയത്ത് സ്വാഭാവികമായും ഈ അസറുദ്ദീൻ അത് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം അസറുദ്ദീനും ഈ ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ മനോജ് അതിൽ ഇടപെടുകയും പിന്നീട് മനോജിനോട് തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിൽ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അവിടെ ഒരു സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാകുന്നു. അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒരു വശത്ത് നിന്ന് മാത്രം ഉണ്ടായതല്ല, മാന്യമായ ഒരു പെരുമാറ്റം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ പോയതാണ് ഈ സംഘർഷങ്ങൾക്കിടയാക്കിയത്. പക്ഷേ അതിനുശേഷവും ക്രൂരമായ രീതിയിൽ 1.5 മണിക്കൂറിലധികം നേരം ഇവരെ മർദ്ദിച്ചുവെന്നും ആ മർദ്ദന
വിവരം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ജയിൽ മാറ്റി എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. തുടർച്ചയായി ജയിലിനകത്ത് അരങ്ങേറുന്നത് മനുഷ്യത്വരഹിതമായ നടപടികളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.